Good morning all. Today we are discussing exchange sort or bubble sort. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ക്വിക്ക് സോർട്ട് ആയിരുന്നു. അതിൻ്റെ പ്രോഗ്രാമൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്വിക്ക് സോർട്ട്, അതേപോലെ ബബിൾ സോർട്ട്, അതേപോലെ വേറെ ഷെൽ സോർട്ട് ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് സോർട്ടിങ് എക്സ്ചേഞ്ച് സോർട്ടിൻ്റെ സബ്ബായിട്ട് വരുന്നതാണ്. അപ്പോൾ ആക്ച്വലി എക്സ്ചേഞ്ച് സോർട്ട് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഏതാണ് ലോവർ ഏതാണ് ഹയർ എന്നൊക്കെ നോക്കിയിട്ടാണ് എക്സ്ചേഞ്ചിങ് നടത്തുക. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ 3 ടൈപ്പ് സോർട്ടിംഗ് ഉണ്ട്. അതിൽ നമ്മുടെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ടൈപ്പ് സോർട്ടിംഗ് ആണുള്ളത്. ഒന്ന് ക്വിക്ക് സോർട്ടാണ്, ഒന്ന് ബബിൾ സോർട്ടാണ്. അപ്പോൾ ക്വിക്ക് സോർട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി ബബിൾ സോർട്ട്, അതായത് എക്സ്ചേഞ്ച് സോർട്ട്. അപ്പോൾ എക്സാമിന് എക്സ്ചേഞ്ച് സോർട്ട് എന്ന് ചോദിച്ചാൽ ബബിൾ സോർട്ട് എഴുതണം, ബബിൾ സോർട്ട് ചോദിച്ചാലും ബബിൾ സോർട്ട് എഴുതണം. ഷുവർ ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് സോർട്ടിങ്. അപ്പോൾ നോക്കാം എന്താണ് ബബിൾ സോർട്ട്. Bubble sort is a simple sorting algorithm. This sorting algorithm is comparison based algorithm in which each pair of adjacent element is compared and elements are swapped if they are not order. This algorithm is not suitable for large data sets that is average and worst case complexity or order of n square where n is number of items. ബബിൾ സോർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു സോർട്ടിങ് അൽഗോരിതമാണ്. നമുക്കറിയാം, നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാമൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ക്വിക്ക് സോർട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെരി സിമ്പിളായിട്ടുള്ള ഒരു അൽഗോരിതമാണ് നമ്മളുടെ ബബിൾ സോർട്ട്. പക്ഷേ എഫിഷ്യൻസി കുറവാണ്. അത് വളരെ കൂടുതലുള്ള ആർക്കാണ്? നമ്മുടെ ക്വിക്ക് സോർട്ടിനാണ്. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉള്ള കേസൊക്കെ വരുമ്പോൾ ക്വിക്ക് സോർട്ടാണ് യൂസ് ചെയ്യാൻ കഴിയുക. ഒരിക്കലും നമുക്ക് ബബിൾ സോർട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ യൂസ് ചെയ്താൽ അതൊരു വേസ്റ്റ് കേസായിട്ട് മാറും. The sorting algorithm is comparison based algorithm in which each pair of adjacent elements. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിനെയൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഓർഡറിലെല്ലാം കണ്ട ഓൺ ദ സ്പോട്ടിൽ അതിനങ്ങനെ സ്വാപ്പ് ചെയ്യും. അപ്പോൾ ഓർഡറിലായിട്ട് മാറുമല്ലോ. അപ്പോൾ 2 എലമെൻറ്റ് ഓർഡറിലായി മാറി. പിന്നെ നെക്സ്റ്റ് ഐട്രേഷൻ വരുമ്പോൾ നെക്സ്റ്റ് കിടക്കുന്നതിനെ പിടിച്ചിട്ട് സോർട്ട് ചെയ്യും. അങ്ങനെ സോർട്ട് ചെയ്താണ് ഇങ്ങനെ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബെസ്റ്റ് കേസ് എടുത്ത് നോക്കിയാലും ആവറേജ് കേസ് എടുത്താലും വേസ്റ്റ് കേസ് ഒക്കെ എടുത്ത് നോക്കിയാലും ബെസ്റ്റ് കേസ് ഓക്കെ, ചിലപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഓർഡറിൽ വന്നാൽ ഈസി ആയിട്ട് മാറും. പക്ഷേ ആവറേജ് കേസായാലും ബെസ്റ്റ് കേസൊക്കെ ആയാലും നോക്കിയാൽ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്. അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ ഓഫ് n സ്ക്വയർ അത്രയും വേസ്റ്റ് ടൈം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതം അല്ല കമ്പയറിങ് ടു ക്വിക്ക് സോർട്ട്. നോക്കാം, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ എക്സാമ്പിളിനെ പിടിച്ചിട്ട് നമ്മളിനി സോർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ബബിൾ സോർട്ട് യൂസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 14നെയും 33നെയും എടുക്കും. 14നെയും 33നെയും പിടിച്ച് നോക്കുമ്പോൾ 2 ഓർഡറിലാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊന്നും എന്താണ് 14 ലെസ് ദാൻ 33 ആണ്, ഓർ 33 ഗ്രേറ്റർ ദാൻ 14 ആണ്. അതുകൊണ്ട് അവിടെ സ്വാപ്പിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കേസ് എടുത്ത് നോക്കും. 33 27. ഇവിടെ സ്വാപ്പിംഗ് ആവശ്യമുണ്ട്. കാരണം എന്താ? 33 ഈസ് ഗ്രേറ്റർ ദാൻ 27. അതുകൊണ്ട് ഇവിടെ സ്വാപ്പിംഗ് വേണം. കാരണം ലെഫ്റ്റ് സൈഡിൽ സ്മോളർ വാല്യൂ വരണം, റൈറ്റ് സൈഡിൽ ഗ്രേറ്റർ വാല്യൂ വരണം. അപ്പോൾ ഇവിടെ സ്വാപ്പ് ചെയ്തു. അതിനൊക്കെയുള്ള കോഡ് ഉണ്ട് കേട്ടോ, നമുക്ക് പറയാം. പിന്നെ നെക്സ്റ്റ് കേസ് വരുമ്പോൾ 27ഉം വരും, 35ഉം വരും. അപ്പോൾ അവിടെ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. 27ഉം 35ഉം വരുമ്പോൾ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 27 ലെഫ്റ്റ് സൈഡിൽ സ്മോളറാണ്, റൈറ്റ് സൈഡിൽ ഗ്രേറ്ററാണ്. നമ്മൾ അങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിൽ എപ്പോഴും ഗ്രേറ്ററായും വരണം, ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും സ്മോളറായിട്ടും വരണം. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ചെക്ക് ചെയ്തു. 35ഉം 10ഉം ആണ്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? 35ഉം 10 നോക്കുമ്പോൾ എന്തായാലും സ്വാപ്പ് ചെയ്യേണ്ടി വരും. 10 ആണ് സ്മോളർ വാല്യൂസ്. നെക്സ്റ്റ് ഐട്രേഷനിലാണ് പിന്നെ ബാക്കിയുള്ളതിലൊക്കെ ചേഞ്ചസ് വരും. അങ്ങനെ ചെയ്താണ് കണ്ടിന്യൂ ചെയ്തു പോവും. അങ്ങനെ നമ്മൾ ഏത് വരെ എത്തും? കറക്റ്റ് ഓർഡറിൽ വരുന്നവരേ എത്തും. എവിടത്തെ നമ്മളിപ്പോൾ പറഞ്ഞത്? സോറി കേട്ടോ, ഞാൻ ശരി. അപ്പോൾ നമ്മൾ ന്യൂ വരെ എങ്ങനെ വന്നത് നോക്കാം. 14 27, കാരണം ഇവിടെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. പിന്നെ ആരും ഇൻ്റർചേഞ്ച് ചെയ്തത്? 35ഉം 10ഉം. സോറി കേട്ടോ, ഇതാണ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞതാണ്. ഈ സ്റ്റെപ്പിൽ അത് ചെയ്തിട്ടില്ല. ഏത് വരെ എത്തി? ഇവിടെ വരെ എത്തിയത്. നമ്മുടെ നോട്ട് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലോട്ടെ. ഞാൻ അങ്ങനെ ജസ്റ്റ് കൺസെപ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയതാണ്, സോറി. അപ്പോൾ നെക്സ്റ്റ് കേസിൽ നമ്മൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇവർ 2 പേരും ചെയ്തു. അപ്പോൾ അവർ ബോത്ത് ഓൾറെഡി സോർട്ടഡ് പൊസിഷനിൽ. ഇത് റീഡ് ചെയ്ത് നോക്കിയാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. സോർട്ടഡ് ആണ്. ഇനി പിന്നെയുള്ള 35ഉം 10ഉം ആണ്. അവരെ നമുക്ക് സോർട്ട് ചെയ്യാൻ പോകണം. കണ്ടോ, അവിടെ സോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞു. നമ്മളെല്ലാം ഇവിടെ വരെ എത്തി, റൈറ്റ് സൈഡിലെത്തി. ഇനി നമ്മൾ വീണ്ടും ബാക്കിയുള്ളവരെ, ഇപ്പോൾ നമ്മൾ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി വീണ്ടും നമ്മൾ 14 27 ചെക്ക് ചെയ്തു. അത് ഓൾറെഡി സോർട്ടഡ് ആണ്. 27 33 നോക്കി, അത് ഓൾറെഡി സോർട്ടഡ് ആണ്. 33 ആൻഡ് 10 നോക്കുകയാണ്. അപ്പോൾ എന്താണ്? അൺസോർട്ടഡ് ആണ്. അപ്പോൾ നമ്മൾ 10നെ പിടിച്ച് ഇങ്ങോട്ട് ഇട്ടു. അപ്പോൾ 33 ഇങ്ങോട്ട് വന്നു, 10 ഇങ്ങോട്ട് വന്നു.
പക്ഷേ തീർന്നോ? ഇല്ല. പിന്നെ നോക്കുമ്പോൾ 35ഉം 33ഉം സോർട്ടഡ് ആയിരിക്കും. വീണ്ടും നെക്സ്റ്റ് ഇറ്ററേഷനിലേക്ക് വരും. അപ്പോഴും ഇവരൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ 27ഉം 10ഉം ആയിരിക്കും പിന്നെ ഇവിടെ വരും. നമ്മളിവിടെ സ്വാപ്പ് ചെയ്തല്ലോ. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ ഈ 10 എവിടെ വരെ എത്തണം? ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ 10 എന്ന് വരുന്നേ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു വേസ്റ്റ് കേസായിട്ട് ഇത് മാറി. കാരണം അത്രയും ടൈം നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് ഇതൊരു വേസ്റ്റ് കേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള അൽഗോരിതം എന്നുള്ള രീതിയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാവുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്നെ പറയണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സോർട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു. എവിടെ എത്തി? 14, 27, 33, 10, 35. ഇങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം ഇറ്ററേഷൻ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ 10 ഇവിടെ എത്തുന്നവരെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് സോർട്ട് കഴിഞ്ഞപ്പോൾ 10 ഇവിടെയാണ്. അപ്പോൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുമ്പോൾ 10 ഇവിടെ എത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഈ സോർട്ടിങ് തന്നെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ 14, 27 എന്ത് ചെയ്തു? ഈ 10 പിടിച്ചിട്ട് ഇവിടെ എത്തി. കണ്ടോ? ഇവിടെ സ്വാപ്പിങ് നടന്നു. 33, 35 ഇവിടെയൊക്കെ ഓക്കെ ആട്ടോ. ഇനി ഈ 10 ഇവിടെ എത്തിക്കുന്നവരെയാണ് ഈ പ്രശ്നം വരിക. നെക്സ്റ്റ് ടൈമിൽ ആരെയാണ് സ്വാപ്പ് ചെയ്യാൻ പോകുന്നത്? തേർഡ് സോർട്ടായപ്പോൾ 27ഉം 10നെയാണ് സ്വാപ്പ് ചെയ്യുന്നത്. അങ്ങനെ 10 ഇവിടെ എത്തി, 27 ഇവിടെ എത്തി. ഇവിടെയൊക്കെ ഓർഡർ കറക്റ്റാണ്. ആൻഡ് ഫോർത്ത് സോർട്ടിൽ എന്താ സംഭവിച്ചത്? 10നെയും 14നെയും പിടിച്ചിട്ട് സോർട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫൈനൽ സോർട്ടഡ് ആയിട്ടുള്ള അരേ കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഫസ്റ്റ് ഇറ്ററേഷൻ കഴിയുമ്പോഴേക്ക് കുറച്ച് പേര് സോർട്ടായിട്ടുണ്ടാവും, ബാക്കി പക്ഷേ കുറേ പെൻഡിങ്ങിലുണ്ടാവും. അപ്പോൾ ഈ 10 കണ്ടില്ല, കുറേ കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ സോർട്ടഡ് ആയത്. പക്ഷേ ചില കേസിൽ ബെസ്റ്റ് കേസൊക്കെ വരുമ്പോൾ കറക്റ്റ് ഓർഡറിൽ പെട്ടെന്ന് നമുക്ക് സോർട്ടായി കിട്ടും. പക്ഷേ ഈ കേസിലൊക്കെ ഇപ്പോൾ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് 10 ഫസ്റ്റിലെത്തിയത്. ഒരുപാട് സോർട്ടിങ് കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഒരു ഇറ്ററേഷൻ ചെയ്യും. അപ്പോൾ വീണ്ടും വാല്യൂസിലൊക്കെ ചെറിയ ചേഞ്ചസ് വരും. പിന്നെ ഒരു ഇറ്ററേഷൻ നടത്തും. അപ്പോൾ വീണ്ടും ചെറിയ ചേഞ്ചസ്. അങ്ങനെ ഓരോ ഇറ്ററേഷൻ കഴിയുന്നതോട് കൂടി ചെറിയ ആയിട്ട് രീതിയിൽ സോർട്ടിങ് നടക്കുന്നുള്ളൂ. ഫൈനലൈസ് ചെയ്യുമ്പോഴേക്കും ഒരുപാട്, അതായത് ഓർഡർ ഓഫ് n² ടൈംസ് ഇതിന് ടൈം വേസ്റ്റേജ് വരും എന്നാണ് പറയുന്നത്. അത് കൊണ്ടാണ് ഇതൊരു വേസ്റ്റ് കൺസെപ്റ്റായിട്ട് മാറിയത്. ഇനി ബബിൾ സോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട്. ബബിൾ സോർട്ട് ഈസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് സോർട്ടിങ് അൽഗോരിതം. നമ്മൾ പറഞ്ഞു ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സോർട്ടിങ് അൽഗോരിതമാണ് ബബിൾ സോർട്ട്. ഇറ്റ് ഈസ് ഈസി ടു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഏറ്റവും ഈസിയാണ്. എലമെൻറ്റ്സ് ആർ സ്വാപ്ഡ് ഇൻ പ്ലേസ്, നോട്ട് യൂസ് എക്സ്ട്രാ അരേ. നമുക്ക് ആ പ്ലേസിൽ തന്നെ കൊണ്ടുപോയിട്ട് സ്വാപ്പ് ചെയ്യാൻ കഴിയും. വേറൊരു എക്സ്ട്രാ അരയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് ഫാസ്റ്റ്. ഇത് സ്റ്റേബിളാണ്, ഫാസ്റ്റാണ്. ഡിസഡ്വാൻറ്റേജസ്: ഇറ്റ് ഡസ് നോട്ട് ഡീൽ വെൽ വിത്ത് എ ലിസ്റ്റ് കണ്ടെയ്നിങ് ഹ്യൂജ് നമ്പർ ഓഫ് ഐറ്റംസ്. നമ്മൾ പറഞ്ഞപ്പോൾ ഈ 5 എലമെൻ്റ് തന്നെ വെച്ച് നമ്മൾ കണ്ടതാണ്. ഒരുപാട് ടൈം ഐറ്ററേഷൻ ചെയ്തിട്ടാണ് ആ 10th അതിൻ്റെ കറക്റ്റ് പൊസിഷനിലെത്തിയത്. പക്ഷേ നമ്മൾ ക്വിക്സോർട്ടിൽ എന്താ ചെയ്തിരുന്നത്? ഒരു പിവറ്റ് എലമെൻറ്റിനെ പിടിച്ച് അതിന് കറക്റ്റ് പൊസിഷനിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചിരുന്നു. ഇതൊന്നും അല്ല, റിപ്പീറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് ചെയ്ത് ലാസ്റ്റ് എപ്പോഴോ നമുക്ക് റിസൾട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. അതേപോലെ ഹ്യൂജ് നമ്പർ ഓഫ് ഐറ്റംസിൽ ഇത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്രയും വേസ്റ്റ് കേസായിട്ട് മാറും. അങ്ങനെ ഒരു ബണ്ടത്തരാരും ചെയ്യില്ല. മോർ ദാൻ ദ നമ്പർ ഓഫ് കമ്പാരിസൺസ്, ഒരുപാട് നമ്പർ ഓഫ് കമ്പാരിസൺസ് വരും. നമ്മൾ പറഞ്ഞു ഓർഡർ ഓഫ് n² വരും. ദ കോഡ് ബിക്കം കോംപ്ലക്സ് ഫോർ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റൻ്റെ കേസ് വരുമ്പോൾ കോഡ് കോംപ്ലക്സ് ആയിട്ട് മാറും. കാരണം നമുക്ക് അതിൻ്റെ കൺസെപ്റ്റുകൾ എത്തിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ബബിൾ സോർട്ടിനെ കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ജസ്റ്റ് എന്താ ചെയ്യുന്നത്? അഡ്ജസൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സിനെ പിടിച്ചൊക്കെ കമ്പയർ ചെയ്യും. സോർട്ടഡ് അല്ലെങ്കിൽ പിടിച്ചങ്ങ് സോർട്ട് ചെയ്യും, സ്വാപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ നെക്സ്റ്റിനെ നോക്കും. അങ്ങനെ ഇതുവരെ പോകും, റൈറ്റ് സൈഡ് വരെ പോകും. അങ്ങനെ റൈറ്റ് സൈഡ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഇറ്ററേഷൻ ലെഫ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. കാരണം അവിടെ ഇടയിൽ ഏത് എലിമെൻറ്റ് സോർട്ടഡ് അല്ലായിരിക്കാം. കാരണം 2 എലിമെൻറ്റ്സിനെ മാത്രം പിടിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇറ്ററേഷനിലൊന്നും നോർമലി സോർട്ടഡ് ആവില്ല. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഇറ്ററേഷൻ ചെയ്യും. എന്നിട്ട് അപ്പോൾ കുറേ എലിമെൻറ്റ്സ് പിന്നെ സോർട്ടാവും, പിന്നെ ചെയ്യും. അങ്ങനെ ചെയ്ത് സോർട്ടഡ് ആവുന്നവരെ ചെയ്യും. അപ്പോൾ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ ഇത് യൂസ് ചെയ്യാനേ പറ്റില്ല. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിയില്ലേ ബബിൾ സോർട്ടിനെ കുറിച്ച്? ഇനി നമുക്ക് അതിൻ്റെ അൽഗോരിതം എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ അൽഗോരിതം. ഒരു അരയുണ്ട്, n എലിമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ സോർട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ i1 കൊടുത്തു. ഏത് വരെ ചെയ്യണം? n-1 വരെ നമ്മൾ ചെയ്യും. ദെൻ j കൊടുത്തു, jക്ക് 1 കൊടുത്തു, n-i വരെ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. if a of j greater than a of j plus 1, j അതിനേക്കാൾ ഒരു എലമെൻറ്റ് കൂടിയ എലമെൻ്റ് ആയിട്ട് അഡ്ജസൻ്റ് എലമെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ a of j ഗ്രേറ്റർ ആണെങ്കിൽ സ്വാപ്പ് a of j, a of j plus 1. ആ വാല്യൂസിനെ പിടിച്ചങ്ങ് സ്വാപ്പ് ചെയ്യും. end4 സ്റ്റോപ്പ് എന്ന് വെച്ചാൽ സ്വാപ്പ് ചെയ്യും. വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഐക്ക് പോകും, വീണ്ടും നെക്സ്റ്റ് ജേക്ക്, അങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ ആ എലമെൻറ്റ്സ് സോർട്ട് ആവുന്നവരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇത്രയാണ് അൽഗോരിതം പറയാനുള്ളത്. ഇനി നമുക്ക് പ്രോഗ്രാം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ബബിൾ സോർട്ട് എന്ന് മനസ്സിലായോ?
എന്താണ് അഡ്വാൻറ്റേജ് മനസ്സിലായോ, ഡിസഡ്വാൻറ്റേജ് മനസ്സിലായോ, അതേപോലെ അൽഗോരിതം മനസ്സിലായോ. ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഞാൻ സിമ്പിളാണല്ലോ എന്നുള്ള രീതിയിലാണോ പറഞ്ഞു പോയത്? അല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഐ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു എലമെൻറ്റും അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് എലമെൻറ്റും ഏതാണ് ഗ്രേറ്റർ ആണെന്ന് ചെക്ക് ചെയ്യുക. ഗ്രേറ്റർ ആണെങ്കിൽ, അതായത് ലെഫ്റ്റിലുള്ള എലമെൻറ്റ് റൈറ്റിലുള്ള എലമെൻറ്റിനേക്കാൾ ബിഗ്ഗർ ആണെങ്കിൽ സ്വാപ്പ് ചെയ്യുക. അതല്ല ലെഫ്റ്റിലുള്ള എലമെൻറ്റ് അങ്ങനെയുള്ള അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ അങ്ങനെ കേട്ടോ. നമ്മൾ ഏത് ടൈപ്പ് ഓർഡർ ആണോ കീപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ കോഡ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാൻ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അസെൻഡിങ് ഓർഡറിലാണ്. ഡിസെൻഡിങ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അൽഗോരിതം ഉള്ളത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യുക. ഇപ്പോൾ തന്നെ ഇൻഫോം ചെയ്യുക, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് ഡൗട്ട് ഉള്ളത് അപ്പോൾ എന്നെ വിളിക്കുക. വെറുതെ ഡിലേ ആക്കി കൊണ്ടുപോയാലാണ് ബുദ്ധിമുട്ടുള്ളത്. കാരണം നമുക്കിനിപ്പോൾ എക്സാം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കിൽ വിട്ടുപോകും. അതുകൊണ്ട് ഇപ്പോഴേ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് പോയാൽ അത്രയും നല്ലത്. സോ ഓക്കെ, ഞാൻ ഇനി പ്രോഗ്രാം ലാബ് വർക്കിൽ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ പിന്നെ നമുക്ക് ലാബിനും കൂടെ ഉള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഈസി ആയിട്ട് മാറും. ഓക്കെ, താങ്ക് യു.